എഴുന്നള്ളുമീ നിമിഷം എത്ര മോഹനം. ആത്മാവിൽ പൂമഴയായി സ്വർഗനാഥനിൽ ആഗതനായി സാഷ്ടാംഗം പ്രണമിച്ചിതാ എൻ്റെ ജീവിതം തരുന്നു ഞാൻ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഷിക്കാഗോ സെന്റ് മേരീസ് ഇടവക മുരിങ്ങോത്ത് ദിലീപിൻ്റെയും സോളിയുടെയും മകൻ റിനോയും, ഈ ക്രിസ്തുരാജ ഇടവക കുടുംബത്തിലെ മാതുരുത്തിയിൽ ജാമോൻ്റെയും കിച്ചുവിൻ്റെയും മകൾ ആഷ്ണയും ഇന്ന് ക്രിസ്തുരാജൻ്റെ രാജകൊട്ടാരത്തിൽ വെച്ച് നമ്മുടെ എല്ലാം സാക്ഷി നിർത്തി, ദൈവമേ നിൻ്റെ ഇഷ്ടം ഞങ്ങൾക്കൊന്നാകാൻ പൊന്നിഷ്ടമാണെന്ന് പറയാൻ പോകുന്ന മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ഈ നിമിഷം ഇവർക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥതയോടെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ മനോഹരമായ ദൈവാനുഗ്രഹം നിറഞ്ഞ ഈ ചടങ്ങിനെ സാക്ഷ്യം വഹിക്കുവാൻ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് കല്ലറയുടെ വാങ്ങമായ ബഹുമാനപ്പെട്ട ലൂക്കച്ചൻ, അതോടൊപ്പം ഇവിടെ രണ്ട് കുടുംബത്തിൻ്റെയും ക്ഷണം സ്വീകരിച്ച് വിവിധ ഇടവകയിൽ നിന്നും ഈ ദേവാലയത്തിലേക്ക് എത്തിച്ചേർന്ന നിങ്ങളെല്ലാവരെയും ഏറെ സ്നേഹത്തോടും ആത്മാർത്ഥതയോടും കൂടി കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുകയും വിശുദ്ധ കുർബാനയോടുള്ള ഈ ചടങ്ങിൽ നമ്മൾ ആത്മാർത്ഥതയോടെ പങ്കെടുത്ത് പ്രിയപ്പെട്ട റിനോയ്ക്കും ആഷ്ണയ്ക്കും വേണ്ടി നമുക്ക് ആത്മാർത്ഥതയോടെ ദൈവതിരുസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മത്തോമൻ നന്മയാലൊന്നു തുടങ്ങുന്നു, നന്നായി വരേണമേ ഇന്ന്. ഉത്തമനായ മിശിഹ തിരുവുള്ള ഉന്മയെഴുന്നൽക വേണം. കാരണമായവരെല്ലാരും കൂടിയിട്ട് നന്മ വരുത്തി തരണം. ആലാഹനായേനും അൻപൻ മിശിഹായും കൂടെ തുണയ്ക്കായി ഇവർക്ക്. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകെ
മാറ്റിൽ ചേർന്നിടാം. ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. Let us pray. Peace be with us. We give praise to you, our Lord and God, who created humanity in the beginning, both male and female, and united them in a bond of love for the continuation of humanity. O Lord, who consecrated Isaac and Rebekah as husband and wife, grant your blessing to these servants who have come willingly and joyfully to make this holy promise of matrimony. Father, Son, and Holy Spirit, Lord, forever. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സുസ്ഥിരമെന്നെന്നും. അനവധ്യൻ മമ നാഥാവിൻ മഹിമയ്ക്കളവില്ലറിവു ഞാൻ. തലമുറ തലമുറയോടെന്നും തവകർമ്മങ്ങൾ വിവരിക്കും. നാഥാ നിൻ കരവിരുതെന്നും നരകുലമഖിലം ഘോഷിക്കും. മഹനീയ
അതുചിതവുമല്ലോ നാം പാടുക ദൈവ സ്തുതിഗീതം വാഴ്ത്താം അവനുടെ തിരുനാമം ദൈവം നിത്യൻ സ്തുത്യർഹൻ ചിതറിയൊരിസ്രയേൽ ജനതതിയെ നാഥൻ വീണ്ടും ചേർക്കുന്നു പണിയുന്നോസ്ലേ നഗരിയവൻ കരുണാവാനിധിയവനല്ലോ ജനരാശികളുടെ മധ്യേ ഞാൻ നിൻ സ്തുതിഗീതം പാടിയിടും വളരെ ജനത്തിൻ മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിടും താതനും അതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതിയെന്നേക്കും ആദിമുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. Lord our God, for all the helps and blessings you have bestowed on us, and for which we can never be grateful enough, we offer you never-ending praise and glory in the church, crowned like a spouse with every goodness and grace. You are the Creator and Lord of all, the Father, the Son, and the Holy Spirit, forever and ever. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. Let us pray. Peace be with us. My Lord, you are truly the one who raises our bodies. You are the Savior of our souls and the preserver of our lives. We are bound always to thank, adore, and glorify you, the Lord of all, forever. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. Glorious, mighty, immortal, and holy God, who you are pleased to dwell in the holy ones, we beseech you, look upon us, pardon us, and show us compassion according to your nature. The Father, the Son, and the Holy Spirit,
the Lord of all, forever. Amen. Please be seated. I invite Biju Manduritil for the first reading. My brothers and sisters, a reading from the book of Tobit, chapter 4, verses 12 through 13. God bless you. Son, be on your guard against prostitutes. Above all, marry a woman of our tribe, because we are descendants of the prophets. Do not murder anyone who is not related to us. Remember that Noah, Abraham, Isaac, and Jacob, our earliest ancestors, all married relatives. God blessed them with children, and so their descendants will inherit the land of Israel. Son, be loyal to your relatives. Don't be too proud to marry one of them. Such pride leads to terrible frustration and ruin, just as laziness brings on severe poverty and causes starvation. This is the word of the Lord. Praise be to the Lord our God. Lord of God, illumine our hearts and minds to hear and understand the sweet voice of your life-giving and divine commandments. In your mercy and grace, grant that they bear in us the fruits of love, hope, and salvation, beneficial to our body and soul, and that we may constantly praise you, the Father, the Son, and the Holy Spirit, Lord of all, forever. Amen. I invite Julie Muringoth for the second reading. Second reading, Hebrews chapter 8, verses 7 through 10. If there had been nothing wrong with the first covenant, there would have been no need for a second one. But God finds fault with his people when he says, "The days are coming, says the Lord, when I will draw up a new covenant with the people of Israel and with the people of Judah. It will not be like the covenant that I made with their ancestors on the day I took them by the hand and I led them out of Egypt. They were not faithful to the covenant I made with them, and so I paid no attention to them. Now this is the covenant that I will make with the people of Israel in the days to come, says the Lord. I will put my laws in their minds and write them on their hearts. I will be their God, and they will be my people." The word of the Lord. Praise be to Christ our Lord. Let us stand. ഹല്ലേലൂയാ പാടിടുന്നേ, ഹല്ലേലൂയാ 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 പാടിടുന്നേ, ഹല്ലേലൂയാ ഹല്ലേലൂയാ. നല്ലൊരാശയമെൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തനം മധുവായി ഞാനതൊഴുക്കിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിത കവിതൻ തൂലിക പോലെന്നാവിപ്പോ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ
Peace be with you. With you and with your spirit. The Holy Gospel of our Lord Jesus Christ, proclaimed by Saint John. Glory to you, Christ our Lord. Chapter 15, 9 to 12. As the Father loves me, so I also love you. Remain in my love. If you keep my commandments, you will remain in my love, just as I have kept my Father's commandments and remain in his love. I have told you this so that my joy may be in you and your joy may be complete. This is my commandment: love one another as I love you. Glory to you, Christ our Lord. Please be seated. ഈ ക്രിസ്തരാജ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷത്തിൻ്റെ ഒരു മുഹൂർത്തമാണ്. ഷിക്കാഗോയെ സംബന്ധിച്ചിടത്തോളം അമ്മ വീട് എന്ന് വിളിക്കപ്പെടുന്ന സെന്റ് മേരീസ് ഇടവകയിലേക്ക് ഹൂസ്റ്റൺ ബൊറോനയിൽ ക്രിസ്തുരാജൻ്റെ രാജകൊട്ടാരം എന്നറിയപ്പെടുന്ന ഈ ക്രിസ്തുരാജ ഭവനത്തിൽ നിന്നും ഒരു രാജകുമാരിയെ അമ്മ വീട്ടിലേക്ക് ഞങ്ങൾ തന്നുവിടുകയാണ്. അതിന് ഭാഗ്യം ലഭിച്ച റിനോയ്ക്കും അമ്മ വീടിൻ്റെ എല്ലാം ചൈതന്യമുള്ള കുടുംബത്തിലേക്ക് കയറി ചെല്ലുവാൻ ഭാഗ്യം ലഭിച്ച ആഷ്ണയ്ക്കും എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഷിക്കാഗോയിൽ ഇരുന്ന കൊച്ചച്ഛൻ എന്ന നിലയിൽ മുരിങ്ങോത്ത് കുടുംബം എന്ന് പറയുന്നത് കലാകാരന്മാരുടെ കലവറയാണ്. മുരിങ്ങോത്ത് ഭവനം മാന്തുരത്തിലെ കുടുംബവുമായി ന്യൂജേഴ്സിയിലും ഷിക്കാഗോയിലും ഇപ്പോൾ ഇവിടെയുമുള്ള ബന്ധത്തിൻ്റെ വെളിച്ചത്തിൽ അനേക ദൈവവിളികളുടെ പിള്ളത്തൊട്ടിലാണ് കോട്ടയം അതിരൂപതയിൽ മാന്തുരത്തിൽ കുടുംബം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ കൊട്ടാരത്തിന് ചേർന്ന ഒരു വലിയ ബന്ധമാണ് മുരിങ്ങോത്ത് കുടുംബവും മാന്തുരത്തി കുടുംബവും റിനോയും ആഷ്ണയും ഇന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ സമ്മതം മൂളുക വഴി ലഭിക്കുന്നത്. ഇന്ന് സകല വിശുദ്ധരുടെയും തിരുനാൾ ദിവസം റിനോയും ആഷ്ണയും ഈ ഓൾ സെയിൻസ് ഡേ യു ബോത്ത് ആർ ഗോയിങ് ടു സേ മൈ ലോർഡ് യെസ് ഐ ഡു. ഇനി 9 മാസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് 15 പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ദിവസം സമ്മതം മൂളിയ ഇവര് സ്വന്തമായി മാറപ്പെടുന്ന ദിവസവുമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു റിനോയും ആഷ്ണയും എ ബെസ്റ്റ് ഡേ ആണ് ഈ ദിവസത്തിനും അവിടെ മാരേജിന് വേണ്ടിയും അവർ തിരഞ്ഞെടുത്തത് എന്നുള്ളത് ഏറെ ദൈവാനുഗ്രഹം ഇവിടെ മേലുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. രാവിലെ ഹാളിൽ ഒരു ചെറിയ പരിപാടി കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി എല്ലാവരും ഹാളിൻ്റെ ഇന്ന് റിസപ്ഷൻ നടക്കുന്ന ഹാളിൻ്റെ എൻട്രൻസിൽ ചെന്നപ്പോൾ ഒരു വയസ്സ് മാത്രം ഏകദേശം പ്രായമുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ബോയിയുടെയും ഗേളിൻ്റെയും ചിത്രമാണ് ആ എൻട്രൻസിൽ വെച്ചിരിക്കുന്നത്. ക്യൂട്ടായിട്ടുള്ള ആ യങ് സ്മോൾ ചിൽഡ്രൻസിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ഒരാൾ പറഞ്ഞു, എന്ത് ക്യൂട്ടാണ് ഈ ആങ്ങളെയും പെങ്ങളും. എനിക്ക് പിള്ളേരുണ്ടായിരുന്നെങ്കിൽ ഇവർ വലുതാവുമ്പോൾ ഇവരെ ഞാൻ കെട്ടിച്ചേനെ. അപ്പം ഞാൻ പറഞ്ഞു, ആ ബോർഡിൻ്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നതും കൂടെ ചേട്ടായി ഒന്ന് വായിച്ചേ. അപ്പോൾ ബോർഡിൻ്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് ദീസ് കിഡ്സ് ആർ എൻഗേജ്ഡ്. നല്ല ക്യൂട്ടായ ഒരു ബ്രദർ സിസ്റ്റർ ഇരിക്കുന്ന പോലെ ക്യൂട്ടായിട്ടൊരു ചിത്രമാണ്.
കാണുന്നവരെല്ലാം പറയും നന്നായിരിക്കുന്നു, ദി ബെസ്റ്റ് വൺ. പ്രപഞ്ചത്തിലെ എല്ലാം ജീവജാലങ്ങളെയും സൃഷ്ടിച്ച ശേഷം ദൈവം നല്ലതെന്ന് പറഞ്ഞെങ്കിൽ പുരുഷനെ സൃഷ്ടിച്ചതിന് ശേഷമാണ് ദൈവം നന്നല്ല എന്ന് പറഞ്ഞു. കാരണം അവൻ ഏകനായിരുന്നു. അവനൊരു ജീവിത പങ്കാളിയെ ദൈവം നൽകിയതിന് ശേഷമാണ് നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു റിനോയും ആഷ്നയും ഒറ്റ ചിറകുള്ള മാലാഖമാരാണ്. ഈ ഒറ്റ ചിറകുള്ള മാലാഖയ്ക്ക് പറക്കണമെങ്കിൽ മറ്റൊരു ചിറകുണ്ടാവണം. റിനോയും ആഷ്നയും സമ്മതം മൂളി ഒന്നായി മാറുമ്പോൾ, ചേരുമ്പോൾ ഇരു ചിറകുകളുള്ള മാലാഖയായി റിനോയും ആഷ്നയും മാറ്റപ്പെടുകയാണ്. അതെല്ലാം കുടുംബജീവിതത്തിലും സംഭവിക്കുന്നതും അത് തന്നെയാണ്. അവ മാറ്റി നിർത്തി പറക്കാൻ എനിക്കാവുമെന്ന് ചിന്തിക്കുന്നതാണ് വലിയ വലിയ വീഴ്ചകളിലേക്ക് അവരെ പ്രത്യേകമായിട്ട് നയിക്കുന്നത്. അതുകൊണ്ട് റിനോയും ആഷ്നയും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സ്വനിഷ്ഠമാണെന്ന് ഏറ്റുപറയുന്ന ഈ നിമിഷത്തിൽ നമുക്ക് ആത്മാർത്ഥതയോടെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. In a Valentine's Day, Pope Francis was arranged a couples meet in Vatican. For that meeting, Pope Francis gave a beautiful name for that gathering. The couples gathering name was The Joy of Yes Forever. ഇന്ന് റിനോയും ആഷ്നയും യെസ് ഐ ഡു എന്ന ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ എന്തുമാത്രം തീക്ഷ്ണതയോടെയാണോ, എന്തുമാത്രം ഇഷ്ടത്തോടെയാണോ പറയുന്നത്, ആ ഇഷ്ടവും താല്പര്യവും ജീവിതത്തിൻ്റെ അവസാനം വരെ ഉണ്ടാവാനാണ് നമ്മൾ ആത്മാർത്ഥതയോടെ പ്രത്യേകമായിട്ട് ഈ നിമിഷം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. പ്രത്യേകിച്ച് ഈ ഇടവകയിലെ മാന്തുരുത്തി കുടുംബം, ജാമോൻ ചേട്ടന് നമുക്കറിയാം, ആഷ്നയുടെ പ്രിയ പപ്പ റിട്രോയിറ്റിലായിരുന്നപ്പോഴും എല്ലാം നമ്മുടെ സമുദായത്തിനും നമ്മുടെ ഇടവകയ്ക്കും വേണ്ടി ആത്മാർത്ഥമായി അധ്വാനിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. ഇന്ന് സകല വിശുദ്ധരുടെയും തിരുനാൾ ആഘോഷിക്കുന്ന ഈ പുണ്യദിനത്തിൽ അറിയപ്പെടാത്ത ഒരു വിശുദ്ധരുടെ ഗണത്തിൽ ഇരുന്നു കൊണ്ട് പ്രിയപ്പെട്ട ആഷ്നയുടെ ജീവിതത്തിലെ ഈ അനുഗ്രഹീതമായ മുഹൂർത്തം കാണുന്നുണ്ട്, കണ്ട് സന്തോഷിക്കുന്നുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്തിൻ്റെ ബോധ്യം നമുക്കുണ്ടാവണം. പ്രിയപ്പെട്ട റിനോ, ആഷ്ന, നിങ്ങളുടെ ജീവിതം ഒന്നാകുന്നതിനെ ഓർത്ത് ഞങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തെ ഓർത്ത് എന്നും ഇതുപോലെ സന്തോഷിക്കാൻ കഴിയുമാറ് നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ നിങ്ങൾ ആത്മാർത്ഥതയോടെ പരിശ്രമിക്കണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ നിമിഷം ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഷിക്കാഗോയിലായിരുന്നപ്പോൾ മുരിങ്ങോത്ത് കുടുംബം, ഞാൻ പറഞ്ഞു, കലാകാരന്മാരുടെ കലവറയാണ്. എനിക്ക് തോന്നുന്നു ആഷ്ന റിനോട് വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ആഷ്നയോട് ചോദിച്ചു, ഗ്രാൻഡ് ഫാദർ അപ്പച്ചൻ എന്താണ് സമ്മാനം തന്നത്? ഞാൻ ഊഹിച്ച സാധനം തന്നെ. അപ്പച്ചൻ കൈകൊണ്ട് എഴുതി തയ്യാറാക്കി പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ് ആഷ്നയ്ക്ക് ആദ്യം സമ്മാനമായി നൽകിയത്. ആ പുസ്തകം വായിക്കണം, മോൾ അതനുസരിച്ച് ജീവിക്കണം എന്നുള്ള ഗ്രാൻഡ് ഫാദറിൻ്റെ നല്ലൊരു അഡ്വൈസ് ആദ്യം ചെന്നപ്പോൾ ആഷ്നയ്ക്ക് സ്വന്തമായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് അനുഗ്രഹീതമായ കുടുംബങ്ങളുടെ ഒത്തുചേരലാണ്. ഇനി ഇവിടുത്തെ രാജകുമാരി ചെല്ലുമ്പോൾ അതും രാജകൊട്ടാരമായി മാറുകയാണ്. ആ ഒരു ചൈതന്യത്തിലേക്ക് ആഷ്നയുടെ സാന്നിധ്യവും ആ തിരിച്ചറിവിലേക്ക് റിനോയുടെ സാന്നിധ്യവും മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ലൂക്കച്ചന്റെയും
ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരില് റിനോയ്ക്കും ആഷ്മയ്ക്കും എല്ലാ മംഗളങ്ങളും ദൈവാനുഗ്രഹങ്ങളും ഏറെ സ്നേഹത്തോടുകൂടി നേരുന്നു. തുടർന്നും അവർക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സകല വിശുദ്ധരുടെ മാധ്യസ്ഥതയിൽ ദൈവം ഇവർ രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. Let us stand for the carousel of prayer. Let us all stand together with joy and hope and pray, Lord, hear our prayer. Lord, hear our prayer. Our prayers. Lord, in your loving kindness, you accepted the laws and the prophets and fulfilled them. Help us to see you in our superiors and listen to their orders. Let us pray. Lord, hear our prayer. Lord, help us to serve you throughout our lives with the same enthusiastic diligence of Elijah and the courage of Moses. Let us pray. Lord, hear our prayers. Lord, you transfigured on Mount Tabor and strengthened your beloved disciples who were terrified. Enable us to joyfully welcome you when you come in glory on the day of judgment. Let us pray. Lord, hear our prayers. Lord, we beseech you to teach our political leaders to relinquish all means of violence and to lead all people in the ways of love, compassion, and peace. Let us pray. Lord, hear our prayers. Lord, bless our Holy Father, Pope Mar Leo XIV, the head of the Universal Church, our Major Archbishop Mar Raphael, the father and head of our Syro-Malabar Church, our Bishop Mar Joy, the father and head of our diocese, and all other bishops, to lead us to our heavenly home as Moses led to the chosen race to the promised land. Let us pray. Lord, hear our prayers. Lord, our hope and resurrection, make us worthy to assemble on your right side when you come with the sign of the cross on the clouds of heaven. Let us pray. Lord, hear our prayers. Let us condemn ourselves and one another to the Father, to the Son, and to the Holy Spirit. Lord our God, we commend ourselves to you. Two witnesses, please come forward. Others, please be seated. Both sides. Our Lord God, have mercy on these servants of yours who have prostrated themselves before you to make the wedding promise. Give them the blessings they need to fulfill their promise and lead a life pleasing to you. Keep them and their families in love and unity, the Father, the Son, and the Holy Spirit, forever and ever. Amen. Reno and Ashna, you have understood that engagement should be made only with the proper knowledge, free will, and full consent before the betrothal announcement publicly. Reno, do you promise to accept Ashna as your wife according to the law of Christ and the custom of the Holy Church? Ashna, do you promise to accept Reno as your husband according to the law of Christ and the custom of the Holy Church? Are you witness to these marriage promises? May Christ bless you who have made the promise of marriage and help you to fulfill this promise. Please shake. O Lord our God, bless this ring which this couple exchange as a symbol of their mutual promise for a married life in love and fidelity. In the name of the Father, and of the Son, and of the Holy Spirit. Amen.
God, who makes the contact with his people, who keep this covenant and who helps to keep it, please confirm the promise that your servant has made here. Bless your servants, Reno and Ashley, the uncles and their families to fulfill the marriage promise just made. Christ the Lord, who accept the church as a pure bride, extend your merciful right hand upon these betrothal servants. May the prayers of our mother, the Blessed Virgin Mary, Mar Joseph, the head of the Holy Family, and our father, Mar Thomas, the Apostle, help the couple fulfill their promise. May the intercession of the saints, especially the saints and blessed of our church, protect and help them. Lord of all, forever and ever. Amen. May the Lord strengthen this marriage promise that you have made in God's providence, sustain it with the commandment of love, and complete it with his mercy. May the God who united Abraham and Sarah, Isaac and Rebekah, Jacob and Rachel, seal your promise in faith, truth, love, and unity of mind. May God strengthen you to approach the sacrament of marriage with fervent prayer and spiritual preparation. May God abundantly bless you, your parents who raised you in love, and your family members, and all who took part in this ceremony, now and always forever. Amen. We'll continue the Holy Mass with the offertory song. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ തിരുമൈ നീണവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടണയുക നാം അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവനിരയോടു ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. സമാധാനം നമ്മോട് കൂടെ. സാധനും അതുപോലാത്മജനും ദിവ്യറൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവന ഈ ബലിയിൽ. ആദിയിലെ പോലെന്നേക്കും ആമേനാമേൻ. സുതരുടെ പ്രേക്ഷിതരേ ഏകജ സ്നേഹിതരേ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മാർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും
ബലികളെയും നമ്മുടെ കൂടെ ബലവാനാ കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തിരരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമാ ത്രിത്വത്തെ മോദാ നിത്യം വാഴ്ത്തിടാ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകലശക്തികൾക്കുമുള്ള ആദിയാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യനായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തരകപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തെ ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികേസ്മാരും മേജറാർച്ച ബിഷപ്പുമാരും മെത്രാപ്പൊലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്രമ പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യ ജീവനും കാരണമാകട്ടെ. കർത്താവെ ആശ്രയിക്കണമേ. എൻ്റെ സഹോദരി കുർബാന ഞങ്ങളുടെ കരങ്ങൾ പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭിഷ്ടം നിറവേറ്റുവാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ ഭക്ഷിച്ച സമർത്ഥമാരങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ ശരീരത്തിങ്ങളാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷയാകുവാൻ എളിവരും ഭാവികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരണാതിരേയത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. My brothers and sisters, give peace to one another in the love of Christ. Let us thank the Lord and treat him with pure and contrite hearts. Let us stand with due reverence and be attentive to the awe-inspiring mysteries being celebrated here. The priest is imploring that peace may flourish through his intercession. Bowing our heads, let us lift up our thoughts to heaven and pray fervently and devotedly in your hearts. Peace be with us. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം യാക്കോബെന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ, രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ. Peace be with us. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളും സ്തുതി, എല്ലാ നാവുകൾ നിറഞ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവിറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആര്യങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാർ അറിവുള്ളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അറിവുള്ളുമായ ക്രവയന്മാരും ശ്രാപ്പന്മാരും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ബലവാനായ ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ, കർത്താവായ ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ. ബലവാനായ ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ.
വിണ്ടലനാഥ മഹിതലനാഥ വിണ്ടലനാഥ മഹിതലനാഥ സർവചരാചര സൃഷ്ടാവേ പരിപാലകനേ വാഴ്ത്തിടാം സർവചരാചര സൃഷ്ടാവേ പരിപാലകനേ വാഴ്ത്തിടാം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. കർത്താവായ ദൈവമേ, സ്വർഗീയങ്ങളോട് അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ പ്രതിഷ്ഠായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി ഈ സ്ത്രീയിൽ നിജാതനായി നിയമത്തിന് അധീനരാരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. Please be seated. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകലരുമായ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്രിക്കുകയും മൃതനായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി
ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Pray in your hearts, peace be with us. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ലിയോ പാപ്പായ്ക്കു വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലിത്തായ്ക്കു വേണ്ടിയും ഞങ്ങളുടെ തിരുപതാധ്യക്ഷനായ മാർ മാത്യു മെത്രാപ്പൊലിത്തായ്ക്കും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോയി മെത്രാനു വേണ്ടിയും മറ്റെല്ലാ മെത്രാന്മാർക്കു വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതരന്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കു വേണ്ടിയും കർത്താവേ, ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്തകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും കർത്താവേ, ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ നാമത്തിൽ വൈപരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും പ്രത്യേകമായി അങ്ങയുടെ പ്രിയപ്പെട്ട ഈ 2 മക്കൾക്ക് വേണ്ടിയും റിനോയ്ക്കും ജസ്നായിക്കും അങ്ങയുടെ കാലത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ആരാധനാ സമൂഹത്തിനും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടി ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവം ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മല വിശുദ്ധമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാ കന്യാമറിയത്തിൻ്റെ അങ്ങയുടെ തിരുസന്നിധി സമൃദ്ധി കണ്ടെത്തിയ നിത്യമാന്മാർ വിശുദ്ധമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ അവർണ്ണ സമർത്ഥമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ ശാന്തി സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രം പിതാവായ ദൈവം ഞങ്ങളുടെ പ്രിയത്തിനായി ശ്രമിച്ച് അങ്ങ് അയച്ചുവെന്ന് ഉപവാസം എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹാവുന്ന ജീവിതാവുമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീഹന്മാർ, സാക്ഷിവന്ദന്മാർ, വേദഭാരതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകർ എന്നിവർക്കും വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവിതാമയ അടയാളത്തിൽ മുദ്രിതരും പരിശുദ്ധ സന്താനങ്ങളും എല്ലാവർക്കും വേണ്ടിയുള്ള എല്ലാവർക്കും ആവശ്യമായ നർമ്മല്യത്തിൻ്റെ വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിക്കുന്ന എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയരും ബലഹീനരും ക്ലേശരുമായ ദാസങ്ങൾ നൽകിയ മാതൃപരമ്പരാതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനഷ്ടനുമായി ശംശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മകനെയും ഭയഭക്തി ജനകവും പരിശുദ്ധവും ജീതായികവും ദൈവമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദ്യപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നേൽ വരട്ടെ. Let us stand. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലെ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മകനീയ വിസ്മയാകുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രവർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ അമൂല്യത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശനും കൂടെ ഞങ്ങൾ അങ്ങേ കിരഞ്ഞ് അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരായി ഞങ്ങളർപ്പിക്കും. സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമെപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരണത്തിന് എന്നോട് ദയ തോന്നണമേ. അങ്ങേ
അങ്ങയുടെ കാരുണ്യാദ്രേകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്വർഗവും പരിശുദ്ധവും ജീതായികവും ദൈവമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരണം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് വിശ്വമിശിഹായ നാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവിതായുമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമായി. നമ്മുടെ കർത്താവ് വിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Let us approach the mysteries of the precious body and blood of our Savior with reverence and respect, with the hope arising from repentance. Let us turn away from wrongdoing, repent of our sins, and forgive the trespasses of our brothers and sisters. Let us pray to God, the Lord of all, for mercy and forgiveness. Lord, forgive the sins and offenses of your servants. Let us cleanse our hearts, turning away from dissensions and conflicts. Lord, forgive the sins and offenses of your servants. Let us free our souls from enmity and hatred. Lord, forgive the sins and offenses of your servants. Let us receive the Holy Qurbana and be sanctified by the Holy Spirit. Lord, forgive the sins and offenses of your servants. Let us receive these sacred mysteries in peace and unity with one another. Lord, forgive the sins and offenses of your servants. O Lord, may these sacred mysteries be for the resurrection of our bodies and the salvation of our souls. May they be the source of life everlasting. Amen. Let us pray. Peace be with us. Lord of God, make us worthy to be in your presence with the confidence you have mercifully bestowed on us. Enable us to stand in your presence with a cheerful face and pure hearts, calling upon you together, we pray. Our Father, Who art art in in heaven, heaven, hallowed be thy name. Thy kingdom come, thy will be done on earth as it is in heaven. Give us this day our daily bread, and forgive us our trespasses, as we forgive those who trespass against us. And lead us not into temptation, but deliver us from evil. For thy is the kingdom, the power and the glory, forever and ever. Amen. കർത്താവേ, സത്യനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിനാവിൻ്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യ അധികാരം അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. കുർബാന വിശേഷത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറുഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും
എന്നേക്കും സ്തുതിയാമേ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന കർത്താവിശ്വമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, പാപങ്ങൾ മോചിച്ച് ജീവൻ പ്രദാനം ചെയ്യുന്ന കാര്യത്തിൽ പങ്കുകാരാകുവിൻ. ഇത് ജീവൻ മർജിരിക്കുന്ന ഒരു രഹസ്യമാകുന്നു. അർഹതയുള്ളവന് ഇതെല്ലാം നന്മകൾ നൽകുന്നു. നമ്മെ ശുദ്ധീകരിക്കുകയും നമുക്ക് സൗഖ്യം നൽകുകയും ചെയ്യുന്ന ഈ ദാനം നിർമ്മഹൃദയത്തോടെ നമുക്ക് സ്വീകരിക്കാം. സ്നേഹം കുർബാനയാകാൻ എന്നിലലിയാൻ ജീവനേകാൻ എൻ ഹൃദയം നൽകുന്നു ഞാൻ. ദേഹം പകുത്തു നൽകി വാസമാകാം വചനമേകാം എന്നകതാരൊരുക്കുന്നു ഞാൻ. ആത്മാവിനാൽ താര തീർക്കാൻ അണയണി അലിവോടെ എന്നിൽ. ആത്മാവിനാൽ താര തീർക്കാൻ അണയണി അലിവോടെ എന്നിൽ. സ്നേഹം കുർബാനയാകാം എന്നിലലിയാം ജീവനാകാം എൻ ഹൃദയം നൽകുന്നു ഞാൻ. ദേഹം പകുത്തു നൽകി വാസമാകാൻ വചനമേകാൻ എന്നകതാരൊരുക്കുന്നു ഞാൻ. മുറിയാൻ വചനമായെന്നു മലിയാ മനസ്സായി ജീവനിൽ വന്നു ചേരാ. മുറിയാൻ വചനമായെന്നു മലിയാം മനസ്സായി ജീവനിൽ വന്നു ചേരാം. ഹൃദയം വിരിയുമാതൃതയിൽ വരുമോ എന്റെ സൗഭാഗ്യമാ. ഈശോ സ്നേഹമായി എന്നിൽ വന്നു ചേർന്നിടുമോ. അൾത്താര തീർക്കാൻ അണയണി അലിവോടെ എന്നിൽ. ആത്മാവിൽ അൾത്താര തീർക്കാൻ അണയണി അലിവോടെ എന്നിൽ.
ദേഹം പകുത്തു നൽകി വാസമാകാൻ വചനമേകാൻ എന്നകതാരൊരുക്കുന്നു ഞാൻ. ആത്മാവിൽ അൾത്താര തീർക്കാൻ അണയണേ അലിവോടെ എന്നിൽ. 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 ഞങ്ങളുടെ കർത്താവേ, കടങ്ങളുടെ വൃദ്ധിക്കായി വിശുദ്ധ കുർബാന സ്വീകരിച്ച ഞങ്ങളുടെ കൈകളെ ശക്തമാക്കണമേ. ദൈവമായ നിനക്ക് എല്ലാ ദിവസവും സദ്ഫലങ്ങൾ സമർപ്പിക്കുവാൻ അവയെ യോഗ്യമാക്കണമേ. വിശുദ്ധ സ്ഥലത്ത് കീർത്തനം പാടിയ ഞങ്ങളുടെ അധരങ്ങളെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അർഹമാക്കണമേ. നിന്റെ സ്തുതികൾ കേട്ട കാതുകൾ ശിക്ഷാവിധിയുടെ സ്വരം കേൾക്കാതിരിക്കട്ടെ. നിന്റെ അളവറ്റ കാരുണ്യം കണ്ട കണ്ണുകൾക്ക് നിന്റെ അനുഗ്രഹദായകമായ പ്രത്യാഗമനം കാണുവാൻ ഇടവരട്ടെ. നിന്നെ പരിശുദ്ധനെന്ന് പാടി പുകഴ്ത്തിയ നാവുകളെ സത്യം പറയുവാൻ സന്നദ്ധമാക്കണമേ. ദേവാലയത്തിൽ സഞ്ചരിച്ച പാദങ്ങൾക്ക് പ്രകാശത്തിന്റെ സ്ഥലത്ത് സഞ്ചരിക്കുവാൻ ഇടയാകട്ടെ. നിന്റെ സജീവമായ ശരീരം ഉൾക്കൊണ്ട ഞങ്ങളുടെ ശരീരങ്ങൾക്ക് നവജീവൻ പ്രദാനം ചെയ്യണമേ. നിന്നെ ആരാധിച്ച ഞങ്ങളുടെ സമൂഹത്തെ അനുഗ്രഹങ്ങൾ കൊണ്ട് സമ്പന്നമാക്കണമേ. നിന്റെ അനന്തമായ സ്നേഹം ഞങ്ങളിൽ എന്നും നിലനിൽക്കട്ടെ. നിനക്ക് സ്തുതികൾ സമർപ്പിക്കുവാൻ ആ സ്നേഹത്തിൽ ഞങ്ങൾ വളരുകയും ചെയ്യട്ടെ. ഞങ്ങളേവരുടെയും യാചനകൾക്ക് നീ വാതിൽ തുറക്കണമേ. ഞങ്ങളുടെ ഈ ശുശ്രൂഷ നിന്റെ സന്നിധിയിൽ സ്വീകാര്യമാവുകയും ചെയ്യട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ സുതൃകവും പ്രസിദ്ധവും ജീവദായകവും ദൈവികവും രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടാതാവായ ദൈവത്തിന് സ്തുതികളെയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. Let us stand for the final blessing. കർത്താവായ ദൈവമേ, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തിന്മയിൽ നിന്ന് മോചിതരായി ദിവ്യ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാൻ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാനും ബലഹീനരായി ഞങ്ങൾക്ക് ശക്തി നൽകി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, ദിവ്യരഹസ്യങ്ങൾ വഴി നിന്റെ മഹത്വം പ്രകീർത്തിക്കുവാൻ ഞങ്ങൾക്കു നീ കൃപ നൽകി. സകലത്തെയും പൗത്രീകരിക്കുന്ന നിന്റെ ശരീരരക്തങ്ങൾ വഴി നിത്യസൗഭാഗ്യത്തിൽ നിന്നോടൊപ്പം പങ്കുചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം നാം ചെയ്യുകയാൽ നാഥൻ തൻ്റെ മഹത്വത്തിൽ പങ്കാളികളായി തീർത്തല്ലോ. പീഡകളെങ്ങും നിറയുമ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കാൻ സ്നേഹപിതാവാം സകലേശൻ കൃപയും ശക്തിയുമരുളട്ടെ. ദൈവത്തിൻ പരിപാലനമീ ഭൂവിൽ നിങ്ങൾക്കെന്നാളും നൽവരദാനം നൽകിയിടും. സംരക്ഷണവും ചിരകാലം. കുരിശടയാളം
കുരിശാൽ രക്ഷിതരാം നിങ്ങൾ കരുണയിലെങ്ങും വളരട്ടെ. ഹൃദയത്തിൽ കൃപ നിറയട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Everybody please be seated. Now Reno and Ashna going to dedicate the flowers to Mother Mary. Benedictus fructus ventris, ventris tuae, Jesus. Ave Maria. So Reno and Ashna, we have just begun a journey. An important step was completed. Still a short way to go. And wish you all the best. Congratulations. It's a half congratulations. We'll have the full congratulations later. So all the best. Reno and Asha, congratulations. Father here, all the best. May God bless you. Next, we'll have
Reno and Ashna with each set of parents first. So let's have both sets of parents come up first. So get you into YouTube. And then next, can we also have the two witnesses with both parents? So parents stay there, and then both witnesses. Now we'll have just Reynolds' parents stay up. And then Reynolds' immediate family, please come next. We'll skip ahead, because I don't think they're here right now. Now we'll have a couple with Ashna's mom. And then Ashna's immediate family, get ready to go next. After Ashna's immediate family, it's going to be the Murungot side, so please gather to the side over here. Can we have Murungot side, please gather? First is just Murungot side. So anyone who is not in pictures, you guys can start going to the hall now. So please, if you're not immediate family and first cousins, please go to the hall now for the reception. After this, it'll and then Murungot extended family. After the Murungot extended family will be the Kalile side first cousins. So please, Kalile side first cousins, please gather on the side. Including aunties and uncles. Kalile side first cousins. And then after the Kalile side first cousins will be Kalile side extended family.
Can we have the Matholam first cousins come back up? Not the Matholam, sorry, the Morongoth first cousins, please come back up.